ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചക്ക തോരൻ വെക്കുന്നതും ചെറിയ മീൻ കറി വെക്കുന്നതും ഒക്കെയാണ്. ഉച്ചലത്തെ പരിപാടിയുടെ ഒന്നും പച്ചക്ക എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് ഉപ്പ് ഇട്ട് നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് അടുപ്പേ വെച്ച് കൊടുക്കാം. ആ പച്ചക്ക അവിടെ നിന്നൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പ് റെഡിയാക്കാനകത്തിട്ട് ഞാനിതിന് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തോരന് ചേർക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. തേങ്ങ ഇട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അര സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 4-5 കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ട് ശേഷം ഒന്ന് ചതച്ച് കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് പച്ചക്ക അതൊന്ന് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ടിട്ട് ഒന്ന് മൂടി വെക്കുക, അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വറ്റൽമുളകും ലേശം കറിവേപ്പില ഇട്ട് കൊടുത്ത് എല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണമെല്ലാം ഒന്ന് പിടിച്ച് നല്ല ഒരു എന്തോന്ന് എന്നിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് പച്ചക്ക. ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞു മീനാണ് കൊണ്ടുവന്നത്. കുഞ്ഞു മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ നന്ദനം എന്നതിന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം വെട്ടിയെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര കാൽസ്യമുള്ള മീനുമാണ്. എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. തേങ്ങ എല്ലാം അരച്ച് മസാലയൊക്കെ ഇട്ട് അരച്ച് കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. കുഞ്ഞു മീനായതുകൊണ്ട് നമുക്ക് തിളയ്ക്കുമ്പോൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു 4-5 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വടക്കംപുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ്. എന്നിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കിട്ടുകയാണെങ്കിൽ വെട്ടിയെടുക്കുന്ന പാടല്ലേ ഉള്ളൂ. ഭയങ്കര കാൽസ്യമുള്ള മീനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നല്ല സൂപ്പർ കുഞ്ഞുമീനിൻ്റെ കറിയാണിത്. അപ്പോൾ ടാറ്റാ.